നമസ്കാരം. വന്ന് നമ്മുടെ കേരളത്തിൽ LDF സർക്കാർ നമ്മുടെ മക്കളുടെ പോക്കറ്റിൽ പോലും കൈയിട്ട് വാരുകയാണ്. അതായത് വിദ്യാഭ്യാസ മേഖലയിലാണ് പുതിയ കൊള്ള. നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമായ സ്കൂൾ കലോത്സവങ്ങളും കായികമേളകളും ഇപ്പോൾ കോടികളുടെ കച്ചവടമായി മാറിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് വീമ്പിളക്കുന്ന പിണറായി സർക്കാർ അതിന്റെ മറവിൽ വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി കോടികളാണ് പിരിച്ചെടുക്കുന്നത്. ലക്ഷങ്ങൾ, കോടികൾ. കായികമേളയ്ക്ക് 75, കലോത്സവത്തിന് 50, ഹൈസ്കൂൾ കുട്ടികളിൽ നിന്നും 15. ഇത് ചെറിയ തുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണടക്കരുത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഈ സർക്കാർ പിരിച്ചെടുക്കുന്നത് കണക്കില്ലാത്തത്ര കോടികളാണ്. കഴിഞ്ഞ വർഷം കായിക വിഭാഗത്തിൽ മാത്രം 10 കോടിയിലധികം രൂപ. ഈ പണം എങ്ങോട്ട് പോയി? എവിടെയാണ് ഇതിന്റെ ഓഡിറ്റിംഗ്? ആർക്ക് വേണ്ടിയാണ് ഈ കോടികളുടെ കളികൾ? പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വഴിയില്ലാത്ത കേരളത്തെ ദുരിതക്കയത്തിലാക്കിയ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരമായ പരാജയത്തിന്റെയും ധൂർത്തിന്റെയും അഴിമതിയുടെയും ഏറ്റവും വൃത്തികെട്ട മുഖമാണ് ഈ പണപ്പിരിവ്. വിദ്യാർത്ഥികളെ പിഴിയുന്ന ഈ ഭരണകൂടത്തിന്റെ ക്രൂരതയിലേക്ക്, അഴിമതിയുടെ ഈ അപ്പോസ്തലന്മാരുടെ നെറുകേടുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ കേരളം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ ട്രഷറി തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും ധൂർത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ വിദേശ യാത്രകൾ, കറുത്ത കാറുകളുടെ അകമ്പടി, ഔദ്യോഗിക വസതികളുടെ മോടി പിടിപ്പിക്കൽ, ഹെലികോപ്റ്റർ യാത്രകൾ. ഈ ധൂർത്തിന് കണക്കുണ്ടോ? ഈ ധൂർത്തെല്ലാം കാരണം ഖജനാവ് കാലിയാകുമ്പോൾ ആ പണം കണ്ടെത്താൻ സർക്കാർ ആരെയാണ് ആശ്രയിക്കുന്നത്? സാധാരണക്കാരായ വിദ്യാർത്ഥികളെ. ഒരു വശത്ത് ധൂർത്തടിച്ച് കോടികൾ പാഴാക്കി കളയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും, മറുവശത്ത് 75ഉം 50ഉം പിരിച്ച് തങ്ങളുടെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ നോക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ്. ഇത് കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ്, പരസ്യമായ കൊള്ളയാണ്. ബജറ്റിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2025-26 ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുവദിച്ചത് 680.87 കോടി രൂപ. ഉച്ചഭക്ഷണ പരിപാടിക്ക് മാത്രം 402 കോടി, ഭിന്നശേഷി കുട്ടികൾക്കായി 92 കോടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 84 കോടി. എന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു ഞങ്ങൾക്ക് പണം തികയുന്നില്ല. 680 കോടി രൂപ എവിടെ പോയി? വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ പണം എവിടെയാണ് ചിലവഴിച്ചത്? ഇതിന്റെ കണക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ബജറ്റിൽ വകവരുത്തിയ പണം പോലും ചിലവഴിക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടം അതിന്റെ ഭരണപരമായ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ പിഴിയുന്നത് എന്ത് നീതിയാണ്? ഈ പണപ്പിരിവ് നടത്താൻ ഓരോ ഉപജില്ലയ്ക്കും ക്വാട്ട നിശ്ചയിച്ചിരിക്കുകയാണ്. ക്വാട്ട നിശ്ചയിച്ചുകൊണ്ട് നിർബന്ധിക്കുന്നില്ല, തരുന്നവരിൽ നിന്നും വാങ്ങുകയാണ് എന്ന് അധ്യാപകരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എത്ര വലിയ കപട നാട്യമാണ്! ഇത് പിണറായി സർക്കാരിന്റെ കടം തീർക്കൽ പദ്ധതിയാണ്, വിദ്യാർത്ഥികളെ ബലിയാടാക്കിക്കൊണ്ടുള്ള പദ്ധതി. ഇവിടെ നടക്കുന്നത് വെറും പണപ്പിരിവല്ല സുഹൃത്തുക്കളെ, ഇതൊരു സാമ്പത്തിക ക്രമക്കേടിന്റെ ഒളിത്താവളമാണ്. കഴിഞ്ഞ വർഷം കായിക വിഭാഗത്തിൽ മാത്രം 10 കോടിയിലധികം രൂപ പിരിച്ചെടുത്തതായി ആരോപണമുണ്ട്. ഓർക്കുക, 10 കോടിയിലധികം രൂപ. ഇതിന്റെ കണക്കുകൾ എവിടെ? ഞെട്ടിക്കുന്ന വസ്തുത ഇതാണ്: ഈ കോടിക്കണക്കിന് രൂപയുടെ ധനസമാഹരണം ഒരു ഓഡിറ്റിങ്ങിനും വിധേയമാക്കുന്നില്ല. ഒരു സർക്കാർ വകുപ്പ് യാതൊരു കണക്കുമില്ലാതെ, ഓഡിറ്റില്ലാതെ കോടികൾ പിരിച്ചെടുത്ത് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അഴിമതിയുടെ ദുർഗന്ധം ശക്തമായി വമിക്കുന്നുണ്ട്. ഇതിലും ഭീകരമായത്, ഈ പണം ചിലവഴിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാജ ബില്ലുകളും വൗച്ചറുകളും വ്യാപകമായി തയ്യാറാക്കുന്നു എന്ന ആരോപണമാണ്. വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി പണം തട്ടിയെടുക്കുന്നത് ആരാണ്? ഈ പണപ്പിരിവിന്റെ മറവിൽ കോടികൾ അടിച്ചു മാറ്റുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്യുന്നത് ആരാണ്? ഇതിന്റെ എല്ലാം മുകളിൽ ഇരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൊള്ളയ്ക്ക് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കുട്ടികളെ പിഴിഞ്ഞു കിട്ടുന്ന പണം ഒരു ഓഡിറ്റും ഇല്ലാതെ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി അടിച്ചു മാറ്റുന്ന ഒരു ഭരണകൂടത്തെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇതൊരു സർക്കാരിന് ചേർന്ന നടപടിയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സാമ്പത്തിക ബാധ്യതയിൽ നട്ടം തിരിയുന്ന കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പണം കട്ടെടുക്കുന്ന ഈ നടപടി LDF സർക്കാരിന്റെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുകയാണ്. അഴിമതിയുടെ ചങ്ങല ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പണപ്പിരിവിന്റെ മറവിൽ കലോത്സവ കായിക മേളകളുമായി ബന്ധപ്പെട്ട കരാറുകളെല്ലാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്ക് മാത്രം നൽകുന്നു എന്ന ആരോപണം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കായികമേളയ്ക്കുള്ള വിദ്യാർത്ഥികളുടെ ജേഴ്സി കരാർ കിട്ടിയത് ഒരു സീനിയർ ക്ലർക്കിന്റെ ബന്ധുവിനാണ്. കൊട്ടേഷൻ പോലും വിളിക്കാതെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സ്വന്തക്കാരന് വേണ്ടി സർക്കാർ ഫണ്ട് വകമാറ്റുന്നു. ഈ വർഷവും അതേയാൾക്ക് കരാർ നൽകാൻ നീക്കം നടക്കുകയാണ്. എന്നാൽ കൊട്ടേഷൻ വിളിക്കണമെന്നുയർന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടുവെന്ന വിവരം പുറത്തു വരുമ്പോൾ ഈ നെറുകേടിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അഴിമതിക്കാരുടെ ക്ലിക്കിനെ നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ തന്നെ കായികമേളയിലെ ഭക്ഷണ വിതരണത്തിന്റെ കരാറുകൾ സ്ഥിരമായി ലഭിക്കുന്നത് മറ്റൊരു ക്ലർക്കിനാണ്. അവിടെ നടക്കുന്ന തട്ടിപ്പ് ഇതിലും ഭീകരമാണ്. പങ്കെടുത്ത കുട്ടികളുടെ എണ്ണത്തിലും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ അളവിലും കൃത്രിമത്വം കാട്ടി സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്നു.
പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഒരു ക്ലർക്കിന്റെ പേരിൽ തന്നെയാണ് ഈ ബില്ലുകൾ ട്രഷറി മുഖേന പാസാക്കി എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇതാണോ നിങ്ങൾ പറയുന്ന സുതാര്യമായ ഭരണം? നിങ്ങളുടെ ഉദ്യോഗസ്ഥർ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മറവിൽ വിദ്യാർത്ഥികളെ പിഴിഞ്ഞു കിട്ടുന്ന പണത്തിൽ അവരുടെ ബന്ധുക്കൾക്ക് കരാറുകൾ നൽകി കൊള്ള നടത്തുന്നു, വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി പണം തട്ടുന്നു, ഭക്ഷണ വിതരണത്തിൽ പോലും തട്ടിപ്പ് നടത്തുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ശക്തമായ നടപടി എടുക്കുന്നില്ല? നിങ്ങൾ ഈ അഴിമതിയെ സംരക്ഷിക്കുകയാണോ, അതോ നിങ്ങളുടെ അറിവോടെയാണോ ഈ കൊള്ളയെല്ലാം നടക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. പിണറായി വിജയൻ എന്ന ഭരണാധികാരി കേരളത്തിന്റെ ധാർമ്മികതയുടെ അടിത്തറയാണ് തകർത്തെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു വശത്ത് 680 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുമ്പോൾ മറുവശത്ത് കോടികളുടെ ദൂർത്ത് നടത്തി ഖജനാവ് കാലിയാക്കുകയാണ്. അവസാനം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് 75ഉം 50ഉം ഒക്കെ പിരിച്ച് സാമ്പത്തിക ബാധ്യത നികത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണോ ഇടതുപക്ഷ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹ നീതി? സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും കാരണം നമ്മുടെ സംസ്ഥാനം കടക്കെണിയിൽ മുങ്ങിത്താഴുമ്പോൾ അതിന്റെ ഭാരം ചുമക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ്, ഞങ്ങളാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് കലോത്സവത്തിലും കായികമേളയിലും പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഇരകളാണ്. അവരുടെ പോക്കറ്റ് മണി പോലും കട്ടെടുക്കുന്ന ഈ നടപടി അഴിമതിയുടെ അപ്പോസ്തലന്മാർ എന്ന വിശേഷണം ഈ സർക്കാരിന് നൽകാൻ നമ്മളെ നിർബന്ധിതരാക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളെയും വിമർശിക്കുന്നവരെയും മാധ്യമങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഈ ഫാസിസ്റ്റ് ഭരണകൂടം സ്വന്തം വകുപ്പിൽ നടക്കുന്ന കോടികളുടെ ഈ കൊള്ളയെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ പണം പിരിവിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കസേരയ്ക്ക് കീഴിലാണ് ഈ അഴിമതിയുടെ വിഷവൃക്ഷം വളരുന്നത്. ഉടൻ തന്നെ ഈ അനധികൃത പണപ്പിരിവ് നിർത്തലാക്കണം. കഴിഞ്ഞ വർഷം പിരിച്ചെടുത്ത കോടികൾ എവിടെ പോയി എന്ന് സുതാര്യമായി ഓഡിറ്റ് ചെയ്ത് ജനങ്ങളെ അറിയിക്കണം. വ്യാജ ബില്ലുകളും ബന്ധുക്കൾക്കുള്ള കരാറുകളും സംബന്ധിച്ച ആരോപണങ്ങളിൽ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കണം. പ്രിയപ്പെട്ട കേരളീയരെ, ഈ സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെ നമ്മൾ ഇനിയും കണ്ണടക്കരുത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ പേരിൽ നടക്കുന്ന ഈ കൊള്ള തുറന്നു കാട്ടാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ കൊള്ള മാത്രമല്ല, ഓരോ കൊള്ളയും 75ഉം 50ഉം ഇന്ന് നഷ്ടപ്പെടുമ്പോൾ നാളത്തെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് ഈ സർക്കാർ കവർന്നെടുക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓരോ ഷെയറും പിണറായി സർക്കാരിന്റെ ഈ വിദ്യാഭ്യാസ കൊള്ളക്കെതിരെയുള്ള നമ്മുടെ പ്രതിഷേധത്തിന്റെ ശബ്ദമാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, കേരളത്തിന്റെ നീതിക്ക് വേണ്ടി നമുക്ക് ശബ്ദമുയർത്തണം. അപ്പോൾ അടുത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.